വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ പങ്കുവച്ച് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. രാത്രി യാത്രകൾ കൂടുതൽ സൗകര്യപ്രദമാക്കുന്ന പുതിയ തലമുറ ട്രെയിനാണിതെന്നും ഇതിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ കോച്ചുകളിലും ലോക്കോ പൈലറ്റിന്റെ ക്യാബിനിലും മെച്ചപ്പെടുത്തിയ സസ്പെൻഷൻ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. യാത്രക്കിടെ ഉണ്ടാകുന്ന കുലുക്കം കുറയ്ക്കാൻ പുതിയ സെമി ഓട്ടോമാറ്റിക് കപ്ലറുകളും ഘടിപ്പിച്ചിട്ടുണ്ട്. ട്രെയിനിൽ CCTV ക്യാമറകൾ, പുതുതായി രൂപകൽപ്പന ചെയ്ത സീറ്റുകൾ, വെള്ളം അമിതമായി പാഴാകാത്ത വിധത്തിലുള്ള ആധുനിക ടോയ്ലറ്റുകൾ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ രീതിയിലുള്ള പാൻട്രി ക്രമീകരണവും ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർക്കായി പ്രത്യേക ബർത്തുകളും ഒരുക്കിയിട്ടുണ്ട്. ദീർഘകാല യാത്രകൾ ചെയ്യുന്ന സാധാരണക്കാർക്ക് ട്രെയിനുകൾ കൂടുതൽ സുഖകരവും വിശ്വസനീയമായ യാത്രാ മാധ്യമമാക്കി മാറ്റുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഈ മാസം അവസാനത്തോടെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ ആദ്യ സർവീസ് ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദീർഘദൂര രാത്രി യാത്രകൾ ലക്ഷ്യമിട്ട് പൂർണ്ണമായ എയർ കണ്ടീഷനിൽ ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കുന്ന ട്രെയിനുകളാണ് വന്ദേ ഭാരത് സ്ലീപ്പറുകൾ. 2 വന്ദേ ഭാരത് സ്ലീപ്പറുകൾ ഇതിനകം തയ്യാറാക്കിയിട്ടുണ്ടെന്നും അവയുടെ പരീക്ഷണ ഓട്ടം പൂർത്തിയായെന്നും മന്ത്രി അറിയിച്ചു. 1200 മുതൽ 1500 കിലോമീറ്റർ വരെ ദൂരമുള്ള റൂട്ടുകളിലാണ് ഇവ സർവീസ് നടത്തുക. ആദ്യ സർവീസ് ഗുവാഹത്തി കൊൽക്കത്ത റൂട്ടിലായിരിക്കും. കൗറയും കാമഖ്യയും ഉൾപ്പെടുന്നതാണ് ഈ റൂട്ട്. ഓരോ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിലും 16 കോച്ചുകൾ വീതമുണ്ടാകും. 4 AC 2 ടയർ കോച്ചുകൾ, ഒരു AC ഫസ്റ്റ് ക്ലാസ് കോച്ച് എന്നിവയും ഉൾപ്പെടും. ആകെ യാത്രക്കാരുടെ ശേഷി 823 ആണെന്ന് റെയിൽവേ അറിയിച്ചു. അടുത്ത 6 മാസത്തിനുള്ളിൽ 8 വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ കൂടി പുറത്തിറക്കുമെന്നും ഇതോടെ വർഷാവസാനം ആകെ സ്ലീപ്പർ ട്രെയിനുകളുടെ എണ്ണം 12 ആകുമെന്നും അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഗുവാഹത്തി കൊൽക്കത്ത റൂട്ടിൽ ഒരു ഭാഗത്തേക്കുള്ള യാത്രയ്ക്ക് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ നിരക്ക് 2300 രൂപയിൽ നിന്ന് ആരംഭിക്കും. AC 3 ടയറിന് 2300 രൂപ, AC ഫസ്റ്റ് ക്ലാസിന് 3600 രൂപ എന്നിങ്ങനെയാണ് നിരക്ക്. അതേസമയം 6 വർഷങ്ങൾക്ക് മുമ്പ് 2019 ഫെബ്രുവരി മാസത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി വന്ദേ ഭാരത് ട്രെയിനുകളുടെ സർവീസ് ആരംഭിച്ചത്. രാജ്യത്ത് അന്ന് വരെ കണ്ടിട്ടോ അനുഭവിച്ചിട്ടോ ഇല്ലാത്തതായ ഒന്നായിരുന്നു യാത്രക്കാർക്ക് ഈ പ്രീമിയം ട്രെയിൻ സമ്മാനിച്ചത്. വികസിത രാഷ്ട്രങ്ങളിലെ ട്രെയിൻ യാത്രയെ അനുസ്മരിപ്പിക്കുന്ന സൗകര്യങ്ങൾ, ഒപ്പം ഇന്ത്യയിൽ പതിവായി അനുഭവിച്ചിരുന്ന യാത്രാ ദുരിതം പേരിനു പോലുമില്ലാത്ത സർവീസ്. ഞൊടിയിടയിൽ രാജ്യത്തെ വിവിധ റൂട്ടുകളിൽ വന്ദേ ഭാരത് സൂപ്പർ ഹിറ്റായി മാറി. 2019 ന്യൂഡൽഹി വാരണാസി റൂട്ടിലാണ് ആദ്യത്തെ വന്ദേ ഭാരത് ഓടിയത്. പിന്നീട് കേരളത്തിലെ 2 ട്രെയിനുകൾ ഉൾപ്പെടെ രാജ്യത്തെ 78 റൂട്ടുകളിൽ വന്ദേ ഭാരത് സർവീസ് തുടങ്ങി. പകൽ സമയങ്ങളിലാണ് വന്ദേ ഭാരത് ഓടുന്നത്. റെയിൽവേയിൽ ഇനി വന്ദേ ശ്രേണിയുടെ കാലമാണ്. അടുത്ത 25 വർഷത്തിനുള്ളിൽ ഭൂരിഭാഗം ട്രെയിനുകളും വന്ദേ ശ്രേണിക്ക് കീഴിലായിരിക്കും. വന്ദേ ശ്രേണിയിൽ 2025-26 രാജ്യത്ത് 200 വന്ദേ ഭാരത്, 50 വന്ദേ ഭാരത് സ്ലീപ്പർ, 100 അമൃത് ഭാരത് വണ്ടികൾ പുറത്തിറങ്ങും. അതോടൊപ്പം 300 കിലോമീറ്റർ ദൂരത്തിലുള്ള നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന വന്ദേ മെട്രോകളും സർവീസ് ആരംഭിച്ചു കഴിഞ്ഞു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.